പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FAUGP 3ാം സെമസ്റ്റർ BA MDC മലയാളത്തിൽ പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് കേരളം, ദേശം, ഭാഷാ, സംസ്കാരം എന്ന് പറയുന്ന മൊഡ്യൂൾ 1. അതിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന ഭാഗമാണ് നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടി ടിപ്സ് ആയ രീതിയിലാണ് അത് ക്രോഡീകരിക്കണം. അത്തരത്തിൽ നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിക്കണം. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം സവിശേഷപരമായിട്ടുള്ള കാലാവസ്ഥ കൊണ്ട് രൂപപ്പെട്ടതാണ്. പ്രകൃതിപരമായ സവിശേഷതകൾ സൃഷ്ടിക്കുന്നതിന് ഇന്നത്തെ കാലാവസ്ഥ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് മലയാള മാസമായ ഇടവപ്പാതിയിൽ ആരംഭിക്കുന്നത് കൊണ്ട് പടിഞ്ഞാറൻ മൺസൂറും, തുലാമാസത്തിൽ ആരംഭിക്കുന്ന തുലാവർഷവും, വടക്കുകിഴക്കൻ മൺസൂൺ എന്നിവ കേരളത്തിൻ്റെ കാലവർഷമായിട്ട് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന് അതിവിപുലമായിട്ടുള്ള ജലസമ്പത്തുണ്ട്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ സമുദ്രതീരം കേരളത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ മേഖലകളെ ഉടച്ചു വാർക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒന്നാണ് സമുദ്രതീരം. നമുക്കറിയാം, പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും ആ സമ്പന്നത നമുക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ എന്നിവയൊക്കെയാണ് വലിയ നദികൾ. അതോടൊപ്പം തന്നെ കേരളം എന്ന പേര് രൂപപ്പെട്ടു വന്നതിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു വസ്തുതയുണ്ട്. കേരവൃക്ഷങ്ങളുടെ നാട് എന്ന അർത്ഥത്തിൽ കേരളത്തിൻ്റെ നിഷ്പത്തിയെ വാദിക്കുന്നവരുണ്ട്. മലയാളം എന്ന മല അധികം അളം എന്നീ 2 വാക്കുകൾ ചേർന്നിട്ടാണ് മലയാളം എന്ന വാക്കുണ്ടായത് എന്നുകൂടി കരുതപ്പെടുന്നു. അളം എന്നാൽ സ്ഥലം എന്നാണ് അർത്ഥം. മലയാളം മലയാൾമ എന്ന പേരിലാണ് ആദ്യം അറിയപ്പെട്ടത്. അത്തരത്തിൽ കേരളത്തിൽ ജലാശയങ്ങൾ നിരവധി ഉണ്ടായിരുന്നുവെങ്കിലും വിപുലമായിട്ടുള്ള ജലസേചന രീതികൾ ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ട് ഏരിയയിൽ നിന്നുള്ള ജലസേചനവും കുമിഴി പോലുള്ള ജലസേചന രീതികളും നമുക്ക് ഉണ്ടായിരുന്നു. അത്തരത്തിൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളെ നമ്മൾ ഏറ്റവും ചുരുക്കത്തിൽ കുറിക്കുകയാണെങ്കിൽ നമ്മൾക്കിങ്ങനെ സൂചിപ്പിക്കാം. ഒരു നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ അതിൻ്റെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരവും സാമ്പത്തികവുമായ അതിൻ്റെ അസ്തിത്വത്തെ നിർവഹിക്കുന്ന ഒന്നാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് സ്വതന്ത്രപരമാണ്. ഇതര ദേശങ്ങളിൽ വേറിട്ട് നിൽക്കുവാനും വൈദേശിക ബന്ധങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുവാനും അതുവഴി നമുക്ക് എല്ലാ മേഖലകളിലും ഒരു മുദ്ര പതിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പശ്ചിമഘട്ടങ്ങൾക്കും മറ്റ് അറബിക്കടലിനും ഇടയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് കേരളത്തിൻ്റെ ഭൂപ്രദേശം. അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ നമ്മൾ അതിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കിഴക്കൻ അതിർത്തിയിൽ പശ്ചിമഘട്ടത്തോട് കിടക്കുന്ന പ്രദേശമാണ് മലനാട്. അതിൻ്റെ പടിഞ്ഞാറോട്ട് കടൽ തീരം വരെ ചെരിഞ്ഞു കിടക്കുന്ന പ്രദേശത്തെ ഇടനാട് എന്ന് വിശേഷിപ്പിക്കാം. കടലിനോടടുത്തുള്ള വീതി കുറഞ്ഞ ഭാഗത്തെ തീരപ്രദേശം അഥവാ സമതലം എന്ന് വിശേഷിപ്പിക്കാം. ഈ പറയുന്ന മലനാട്ടിലും തീരപ്രദേശത്തിനും ഇടയിലാണ് ഇടനാട്. മലനാട് വനഭൂമിയായിട്ട് നിലനിൽക്കുകയും ഫലപുഷ്ടമായിട്ടുള്ള മണ്ണും 2 തവണയുള്ള കാലവർഷവും ഈ പ്രദേശത്തെ നിത്യഹരിതമാക്കി നിലനിർത്തുന്നുണ്ട്. മറ്റൊന്ന്, സമതല തീരപ്രദേശങ്ങളാണ് പൊതുവെ തെങ്ങ് സമൃദ്ധമായിട്ട് കാണുന്നത്. നെൽവയലുകളിലും ധാരാളമായിട്ട് അവിടെ ഉണ്ട്. ഇടനാടൻ പ്രദേശം വയലായിട്ടും ചെറിയ കുന്നുകളായിട്ടും താഴ്വരകളായിട്ടും സമൃദ്ധമായി നിൽക്കുന്നു. ഇവ പൊതുവെ ചെങ്കൽ പ്രദേശമാണ് ആധികാരിക രേഖയിൽ കാണുന്നത്. നമുക്കറിയാം, അവിടെ ഇഞ്ചി, നെല്ല്, സുഗന്ധദ്രവ്യങ്ങൾ, കുരുമുളക്, റബ്ബർ, മഞ്ഞൾ, കശുവണ്ടികൾ തുടങ്ങിയൊക്കെ ഈ ഇടത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. കേരളത്തിൻ്റെ ഈ ഭൂവിഭാഗത്തിൻ്റെ 2 ഭാഗവും ഇടനാടൻ പ്രദേശമാണ്. ഈ വിഭജനം ആധുനിക കാലത്ത് നടന്നിട്ടാണ്. പ്രാചീന കാലത്ത് ഇവയൊക്കെ കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ എന്നിങ്ങനെയായിരുന്നു വിഭജനം. നമുക്കറിയാം, കുറിഞ്ചി എന്നുള്ളത് വനപ്രദേശവും, മുല്ലൈ കുറ്റിക്കാടുകൾ നിറഞ്ഞ കാട്ടുപുറവും, പാലൈ തരിശായി കിടക്കുന്ന കൽപ്രദേശവും, മരുതം കാർഷിക പ്രദേശവും, നെയ്തൽ സമുദ്രതീരമാണ്. ഇതിനെ നാം ഐന്തിണകൾ എന്ന പേരിൽ നാം അറിയപ്പെടുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തെ നിർണയിക്കുന്നതിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം.
ഒരു അതിർത്തി കോട്ടയായിട്ട് കേരളത്തെ രക്ഷിച്ചു നിൽക്കുന്ന സഹ്യപർവ്വതത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. കേരളത്തിൻ്റെ ജനജീവിതത്തിൻ്റെ വലിയ സുരക്ഷയാണ് സഹ്യജീവിതം നമുക്ക് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ നിന്ന്, അധിനിവേശ ശ്രമങ്ങളിൽ നിന്ന് കേരളത്തെ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3000 മുതൽ 8000 അടി വരെ ഉയർന്നു നിൽക്കുന്ന ഈ പർവ്വതങ്ങൾ സംരക്ഷിച്ചിട്ട് പോന്നിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള അധിനിവേശത്തെക്കാൾ സാംസ്കാരികപരമായിട്ടുള്ള അധിനിവേശവും ചരിത്രത്തിൽ പ്രാധാന്യമാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നിരവധി സാമൂഹിക സവിശേഷതകളും കലകളുടെയും സാംസ്കാരിക രൂപങ്ങളുടെയും സാമൂഹിക ക്രമത്തിൻ്റെയും കേരളീയ മുദ്ര തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും മറ്റുമായി പ്രാചീന കാലത്ത് പാണ്ഡ്യന്മാരും ചോളന്മാരും കേരളത്തെ പലതവണ ആക്രമിച്ചിട്ടുണ്ട്. മൈസൂർ ഭരണാധികാരികളുടെയും വിജയനഗര ഭരണാധികാരികളും കേരളത്തിലേക്ക് പടനയിച്ചിട്ടുണ്ട്. എങ്കിലും ഇടനാടൻ പ്രദേശങ്ങളിൽ ധാരാളം മലകളും കുന്നുകളും സമതല പ്രദേശങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിൽ കാർഷിക ജീവിതത്തിന് കാരണമായി തീരുന്നുണ്ട്. കേരള ചരിത്രത്തെ രൂപപ്പെടുന്നതിൽ മലകൾക്കും പർവ്വതനിരകൾക്കും പ്രധാന പങ്കുണ്ട് എന്ന് കൂടി നാം മനസ്സിലാക്കണം. മറ്റൊന്ന്, ഈ പടിഞ്ഞാറൻ സമുദ്രതീരം കേരളത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികപരവും സാമ്പത്തികപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഉടച്ചുവാർക്കലിന് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മുസിരീസ്, തിണ്ടീസ്, ബറാക്കെ, നെൽക്കിണ്ട തുടങ്ങിയ തുറമുഖങ്ങൾ ആദ്യകാല കേരളത്തിൻ്റെ കച്ചവട കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. നദികളാൽ സമ്പന്നമാണ് കേരളം എന്ന് നാം ഓർക്കണം. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികൾ, കിഴക്കോട്ടൊഴുകുന്ന നദികൾ, അവയുടെ സമ്പന്നത, നമുക്ക് നദികളെ കൂടെ വേമ്പനാട്ട് കായലുകൾ, കായംകുളം കായൽ, ശാസ്താംകോട്ട കായലുകൾ, ചെറുതും വലുതുമായിട്ടുള്ള തോടുകൾ, അരുവികൾ, ഈ വലിയ ജലസമ്പത്ത് കേരളത്തിനുണ്ട് എന്നുള്ള ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ ഒക്കെ. അതോടൊപ്പം തന്നെ മത്സ്യബന്ധനവും ടൂറിസവും കേരളത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ശക്തി പകരുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. മറ്റൊന്ന്, കേരളത്തിൻ്റെ കാലാവസ്ഥയാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് രൂപപ്പെട്ടതാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ. പ്രകൃതിപരമായിട്ടുള്ള ഒരുപാട് സവിശേഷതകൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്കറിയാം മൺസൂൺ വരുന്നുണ്ട്, ഇടവപ്പാതികൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാലവർഷം കാർഷിക വ്യവസ്ഥയെ തിരിച്ചുകൊണ്ട് കാലാവസ്ഥ വാണിജ്യത്തെയും സൈനിക നീക്കത്തെയും വരെ നിർണയിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ ആദ്യത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. പശ്ചിമഘട്ടം മുതൽ തീരപ്രദേശം വരെയുള്ള ഭൂവിഭാഗങ്ങൾ പ്രാചീന കാലം തൊട്ടേ കേരളത്തിൻ്റെ വാണിജ്യ മേഖലകൾക്ക് മുതൽക്കൂട്ടായിരുന്നു. പ്രാചീന കേരളത്തിൽ കയറ്റുമതികളിൽ ആന, കുരങ്ങ്, മയിൽ തുടങ്ങിയ പ്രധാനമായിരുന്നു. സുഗന്ധദ്രവ്യമാണ് വിദേശീയരെ ആകർഷിച്ച പ്രധാനപ്പെട്ട വിഭവം. ഇടനാടുകളിൽ തഴച്ചു വളരുന്ന കുരുമുളക് പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് ശക്തികളെ കേരളത്തിലേക്ക് ആകർഷിച്ചു. വനങ്ങളിലെ അതിവിശിഷ്ടമായ തേക്കിൻ തടികൾ ധാരാളമായി കയറ്റി അയക്കപ്പെട്ടു. ഇത്തരത്തിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ കേരളത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ടുള്ള രാഷ്ട്രീയ അസ്തിത്വത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.